ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റി 22,353 എന്നുള്ള ലോയിലാണ് ഓപ്പൺ ചെയ്തത്. പക്ഷെ പിന്നീട് ഒരിക്കലും ആ ലോയിലേക്ക് തിരിച്ചു പോകാതെ തുടർച്ചയായ ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അത് 22,577 എന്നുള്ള ഹൈയിലെത്തുകയുണ്ടായി. അപ്പോൾ ഏകദേശം 224 പോയിന്റിന്റെ ഒരു ഇൻട്രാഡേ റാലി യഥാർത്ഥത്തിൽ അവിടെ നടന്നിട്ടുണ്ട്. ഫൈനലി നിഫ്റ്റി താഴോട്ടേക്ക് വന്ന് ക്ലോസ് ചെയ്തത് 22,500 എന്നുള്ള ആ ഒരു ലെവലിലാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് നിഫ്റ്റിയുടെ മൊത്തത്തിലുള്ള ഒരു പെർഫോമൻസ് ആ 22,500 ലെവലിൽ നിന്ന് വലിയ ഡീവിയേഷൻ ഇല്ലാതെ നിൽക്കുകയാണ്. ഗ്ലോബൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വലിയ ഡീവിയേഷൻ ഉണ്ടാകുമ്പോൾ പോലും നിഫ്റ്റി ആ ഒരു ലെവലിൽ റേഞ്ചിൽ നിന്നുകൊണ്ട് ഒരു റെസിസ്റ്റൻസ് എടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം, ഇന്ത്യൻ റുപ്പി ആ 87 എന്നുള്ള ആ ഒരു ലെവലിൽ നിന്നും താഴോട്ടേക്ക് വന്ന് 86.8 എന്ന ലെവലിൽ കാണാൻ കഴിയും. അപ്പോൾ ഇന്ത്യൻ റുപ്പി കുറച്ച് ശക്തിപ്പെടുന്നതിൻ്റെ ഒരു സൂചന അവിടെ കാണുന്നുണ്ട്. പക്ഷേ ഇത് ഇനിയും എത്രയോ താഴോട്ടേക്ക് വരേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് SBIയുടെ ഒരു റിസർച്ച് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഈ US റെസിപ്രോക്കൽ താരിഫ്, അതാണ് നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭീഷണി. ഇപ്പോൾ SBIയുടെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത് ഈ റെസിപ്രോക്കൽ താരിഫ് ഇംപ്ലിമെന്റ് ചെയ്താൽ പോലും ഒരു 3% മുതൽ 3.5% വരെയുള്ള ഒരു എക്സ്പോർട്ടിലുള്ള ഒരു ഡിക്ലൈൻ മാത്രമേ ഇന്ത്യയുടെ എക്സ്പോർട്ടിൽ ഉണ്ടാവുകയുള്ളൂ, പ്രത്യേകിച്ച് അമേരിക്കയിലേക്കുള്ള. അപ്പോൾ അതിനൊരു കാരണമായിട്ട് അവർ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയുടെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് വളരെയധികം ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. കൂടാതെ ഇന്ത്യക്ക് ഈ ഒരു റെസിപ്രോക്കൽ താരിഫിനെ പുതിയ ലോജിസ്റ്റിക് സപ്ലൈ ചെയിൻ ആൽഗോരിതംസ് കണ്ടുപിടിച്ചുകൊണ്ട് ആ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രത്യേകിച്ച് പുതിയ റൂട്ടുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. മിഡിൽ ഈസ്റ്റ് വഴി യൂറോപ്പ് വഴി അമേരിക്കയിലേക്ക് ഉള്ള ഒരു സപ്ലൈ ചെയിൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ ഇന്ത്യ ഓൾറെഡി നിശ്ചയിച്ചിരിക്കുന്ന എക്സ്പോർട്ട് ഗോൾസ്, അതിൻ്റെ ഒരു ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് മാനുഫാക്ചറിങ് സെഗ്മെൻറ്റിലും അതുപോലെ സർവീസസ് സെഗ്മെന്റിലും നമ്മൾ നിശ്ചയിച്ച ആ ഒരു ടാർഗറ്റ് എത്തുകയാണെങ്കിൽ ഈ ഒരു താരിഫിനെ സെറ്റ് ഓഫ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു അതിജീവനം ഇന്ത്യക്ക് നടത്താൻ കഴിയുമെന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ അലൂമിനിയം അതുപോലെ സ്റ്റീൽ മേഖലയിൽ US ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള താരിഫ് ഇന്ത്യക്ക് ഗുണകരമായിട്ട് വരും എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ നമ്മൾ വലിയ ഭീഷണിയോടെ ഏപ്രിൽ 2-ാം തീയതി വരാൻ പോകുന്ന ഈ റെസിപ്രോക്കൽ താരിഫിനെ കാണുന്നുണ്ടെങ്കിലും അത് അത്ര വലിയൊരു ഭീഷണി നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാക്കുകയില്ല എന്നാണ് ഈ റിപ്പോർട്ട് മൊത്തത്തിൽ നൽകുന്ന ഒരു സൂചന. കൂടാതെ ഇന്ത്യൻ പ്രതിനിധികളും അമേരിക്കൻ പ്രതിനിധികളും ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമുക്ക് കടന്നു പോകുന്നത്. ഇന്ന് മൊത്തത്തിലുള്ള മാർക്കറ്റ് ബ്രെഡ്ത്ത് ഓൾ ഓവർ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ 40% സ്റ്റോക്കുകൾ ഇന്ന് അഡ്വാൻസ് ചെയ്തപ്പോൾ 60% സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്തതായിട്ട് കാണും. അപ്പോൾ നിഫ്റ്റി പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടും മൊത്തത്തിലുള്ള മാർക്കറ്റിൽ 40% സ്റ്റോക്കുകൾ മാത്രമേ മുന്നോട്ട് പോയിട്ടുള്ളൂ എന്നുള്ളതിനുള്ള ഒരു കാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്, NSEയിലെ ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ കഴിയും മൈക്രോ ക്യാപ്പിൽ 0.5% റെഡിലാണ് കാണുന്നത്. ബ്രോഡ് മാർക്കറ്റിൽ എല്ലാ ഇൻഡെക്സുകളും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ മൈക്രോ ക്യാപ്പ് സെഗ്മെന്റ് മാത്രമാണ് നെഗറ്റീവിൽ കാണുന്നത്. അപ്പോൾ നമുക്കറിയാം, സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത കമ്പനികളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക മൈക്രോ ക്യാപ്പും നാനോ ക്യാപ്പും പോലെയുള്ള കമ്പനികളാണ്. സ്വാഭാവികമായിട്ടും മൈക്രോ ക്യാപ്പ് താഴോട്ട് പോയി എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ ടോട്ടൽ മാർക്കറ്റിൻ്റെ അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകളുടെ എണ്ണം കുറയും എന്നാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ നമ്മൾ നിഫ്റ്റി 500 നോക്കുകയാണെങ്കിൽ അവിടെ അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകളാണ് കൂടുതൽ. 280 സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ 56% ഒരു അഡ്വാൻസ് റേഷ്യോ ആണ് കാണുന്നത്. നമ്മൾ നിഫ്റ്റി 100ലേക്ക് വന്നാൽ അവിടെ 71% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തായിട്ട് കാണാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് പല സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവിടെ ആ ഒരു ബൈങ്ങിൻ്റെ പാറ്റേൺ കൂടുതലും ലാർജ് ക്യാപ് സ്റ്റോക്കുകളിലും കൂടുതൽ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള നല്ല വാല്യുവേഷൻ ലഭിക്കുന്ന സ്റ്റോക്കുകളിലാണ് ഇൻവെസ്റ്റേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷനിൽ റീബൗണ്ട് ലക്ഷണങ്ങൾ കാണിച്ച ഒരു സ്റ്റോക്കാണ് ടാറ്റ മോട്ടോഴ്സ്. ഓവറോൾ 5 ദിവസത്തെ ട്രേഡിംഗ് ഡേയിൽ അത് 2% ഒരു അപ്സൈഡ് മൂവ് ടോട്ടലി കാണിച്ചതായിട്ട് കാണും. 2% എന്ന് പറയുന്നത് വളരെ ചെറിയൊരു മൂവ് ആണെങ്കിലും ഈ ടാറ്റ മോട്ടോഴ്സ് 1179 എന്ന ഹൈ ക്രിയേറ്റ് ചെയ്ത ഒരു സ്റ്റോക്കായിരുന്നു. അവിടെ നിന്നാണ് 606 എന്നുള്ള 52 വീക്ക് ലോയിലേക്ക് ഈ സ്റ്റോക്ക് എത്തിയത്. അപ്പോൾ അവിടെ നിന്നാണ് നേരിയൊരു റീബൗണ്ട് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നേരിയതാണെങ്കിലും ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ടാറ്റ മോട്ടോഴ്സുമായി ബന്ധപ്പെട്ട് വന്ന മാനേജ്മെൻറ്റ് ഗൈഡൻസിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മളിപ്പോൾ ഈ ഒരു പോസിറ്റിവിറ്റി ടാറ്റ മോട്ടോഴ്സിൽ കാണുന്നത്. നമുക്കറിയാം, ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു ബിസിനസ് സെഗ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഓട്ടോമോട്ടീവ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്
കമേഴ്ഷ്യൽ വെഹിക്കിൾസും പാസഞ്ചർ വെഹിക്കിൾസും കൂടാതെ ലക്ഷറി പ്രീമിയം വെഹിക്കിളായിട്ടുള്ള JLRഉം ഫൈനാൻഷ്യൽ സർവീസസും അടങ്ങുന്ന ഒരു ബിസിനസ് സെഗ്മെൻ്റാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെത്. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട വരുമാനം വരുന്നത് JLR പ്രീമിയം സെയിൽസിൽ നിന്നാണ്. എന്നാൽ കഴിഞ്ഞ ക്വാർട്ടറിൽ ടാറ്റ മോട്ടോഴ്സ് പ്രസിദ്ധീകരിച്ച റിസൾട്ടിൽ നമ്മൾ കാണുന്നത് ഇയർ ഓൺ ഇയറിൽ സെയിൽസ് ഫ്ലാറ്റ് ആയിരുന്നു. 2.71% ഒരു നേരിയൊരു വർധന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പ്രോഫിറ്റിലാണെങ്കിൽ -23% ഒരു ഡിക്ലൈൻ ആണ് ഇയർ ഓൺ ഇയറിൽ ഉണ്ടായത്. എന്നാൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 12% സെയിൽസ് റവന്യൂവിലുണ്ടായ ഒരു അപ്സൈഡ് ജമ്പും അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 61% ഒരു അപ്സൈഡ് ജമ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു പോസിറ്റിവിറ്റി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് മാനേജ്മെൻറ്റ് ഗൈഡൻസിൽ നിന്നും മനസ്സിലാകുന്നത്. ടാറ്റ മോട്ടോഴ്സിൻ്റെ CFO അനലിസ്റ്റുകളുമായി നടത്തിയ ഒരു മീറ്റിങ്ങിൽ അവർ പറഞ്ഞിട്ടുള്ളത് ഈ ജാഗ്വാർ ലാൻഡ് റോവർ ബിസിനസ്സിൽ അവർ പ്രതീക്ഷിച്ച് അവരുടെ ടാർഗറ്റ് ആയിട്ടുള്ള എബിറ്റ മാർജിൻ 10% അത് ഈ വരുന്ന Q4 FY25 അച്ചീവ് ചെയ്യുമെന്നാണ്. കൂടാതെ ടാറ്റ മോട്ടോഴ്സിൻ്റെ ആ ഒരു ഡെറ്റ് പൂർണ്ണമായിട്ടും ഇല്ലാതാകുമെന്നും ഇതൊരു ഡെപ്റ്റ് ഫ്രീ കമ്പനിയായിട്ട് ഈ ഫൈനാൻഷ്യൽ ഇയറിൽ അവസാനത്തോടു കൂടി കാണാൻ കഴിയുമെന്നും അവിടെ പറയുന്നുണ്ട്. കൂടാതെ ഈ ജാഗ്വാർ ലാൻഡ് റോവറിൻ്റെ ചൈനയിലുള്ള ബിസിനസ് വളരെയധികം ഔട്ട് പെർഫോമിംഗ് ചെയ്യുന്നുണ്ടെന്നും കൂടാതെ US മാർക്കറ്റിലും അതിൻ്റെ പെർഫോമൻസ് നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നുമാണ് ഈ ഗൈഡൻസിൽ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ യൂറോപ്യൻ യൂണിയനിലും UK ഡിമാൻഡ് ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്നും അതിൽ പറയുന്നുണ്ട്. എന്നാൽ പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ ഇംപ്രൂവ്മെൻ്റ് ആവശ്യമുണ്ടെന്നും അതുപോലെ കമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ അതിൻ്റെ പ്രോഗ്രസ് കുറച്ചുകൂടി മുന്നേറേണ്ടതുണ്ടെന്നും അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു മാർജിൻ ഇംപ്രൂവ്മെൻറ്റ് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ടെന്നും ഈ കോൺകോൾ ഗൈഡൻസിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള മാനേജ്മെൻറ്റ് ഗൈഡൻസാണ് കമ്പനിയിൽ ഒരു പോസിറ്റിവിറ്റി ഇപ്പോൾ നിറച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ബ്രോക്കറേജ് ഫേമുകൾ ഈ ടാറ്റ മോട്ടോഴ്സിനെ അപ്ഗ്രേഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നൊമൂറ ഇതിനൊരു ബൈ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അവരുടെ ടാർഗറ്റ് 861 എന്ന ടാർഗറ്റാണ്. അത് ഏകദേശം 31% ഒരു അപ്സൈഡ് മൂവാണ് ഇപ്പോഴത്തെ കറണ്ട് ലെവലിൽ നിന്ന്. അതുപോലെ മാക്വറി എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ഫേം ഇതിന് ഔട്ട് പെർഫോമൻസ് എന്നുള്ള ഒരു റേറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അവർ കൊടുത്തിട്ടുള്ള ടാർഗറ്റ് 826 എന്ന പ്രൈസാണ്. അതായത് ഏകദേശം 26% ഒരു അപ്സൈഡ് മൂവാണത്. അതുപോലെ CLSA എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ ഏജൻസി ഇതിന് കൊടുത്തിട്ടുള്ള റേറ്റിംഗ് 930 അപ്പോൾ ബ്രോക്കറേജ് ഹൗസുകളിൽ ഏറ്റവും വലിയ റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത് CLSA ആണ്. അപ്പോൾ അത് കറണ്ട് ലെവലിൽ നിന്ന് ഏകദേശം 42% ഒരു അപ്സൈഡ് മൂവാണ്. അവർ അത് കൂടാതെ കുറച്ചുകൂടി കടന്നുകൊണ്ട് ഹൈ കൺവിക്ഷൻ ഔട്ട് പെർഫോം എന്നുള്ള ഒരു റേറ്റിംഗ് ആണ് ടാറ്റ മോട്ടോഴ്സിന് കൊടുത്തിട്ടുള്ളത്. ഇനി HSBC നോക്കുകയാണെങ്കിൽ അവരും ഇതിനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് 840 എന്നുള്ള ടാർഗറ്റ് വെച്ചതായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ബ്രോക്കറേജ് ഫേമുകളൊക്കെ ഇതിനെ പോസിറ്റീവായിട്ടുള്ള ടാർഗറ്റ് നിശ്ചയിച്ചത് കാരണമാണ് ഇപ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റി ടാറ്റ മോട്ടോഴ്സിൽ കാണാൻ കഴിയുന്നത്. ഇനി ശ്രദ്ധ നേടിയ മറ്റൊരു സ്റ്റോക്ക് മുത്തൂറ്റ് ഫിനാൻസ് ആണ്. അതിൻ്റെ ഇന്നത്തെ ഒരു ഗെയിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 4.45% ഒരു അപ്സൈഡ് മൂവാണ് സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 5 ട്രേഡിംഗ് ഡേയിൽ 5.82% ഒരു ഗ്രോത്താണ് നമുക്ക് ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു മൂവ് മുത്തൂറ്റ് ഫിനാൻസ് വരാനുള്ള ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാരണം അവരുടെ ഗോൾഡ് ലോൺ അക്കൗണ്ട് അല്ലെങ്കിൽ ഗോൾഡ് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് അത് 1 ട്രില്യൺ അഥവാ 1 lakh crore കടന്നതായിട്ട് അവരുടെ ബിസിനസ് അപ്ഡേറ്റിൽ പറയുന്നു. നമുക്കറിയാം മുത്തൂറ്റ് ഫിനാൻസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലാർജസ്റ്റ് ഗോൾഡ് ഫൈനാൻസിങ് കമ്പനിയാണ്. അവരുടെ ആ ഒരു ലോൺ പോർട്ട്ഫോളിയോയിൽ ഗോൾഡ് മാത്രമല്ല മണി ട്രാൻസ്ഫർ സർവീസസ്, ബിസിനസ് ലോൺസ്, കോർപ്പറേറ്റ് ലോൺസ്, ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, അതുപോലെ കളക്ഷൻ സർവീസസ് തുടങ്ങിയുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റുകളുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ് ഗോൾഡ് ലോൺ ബിസിനസ്സാണ്. ഇപ്പോൾ ഇന്ത്യയിലെ 29 സ്റ്റേറ്റുകളിലായിട്ട് 4800ഓളം ബ്രാഞ്ചസും അതുപോലെ തന്നെ 202 ടൺ ഗോൾഡ് ജ്വല്ലറിയും സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു കമ്പനിയാണിത്. അതുപോലെ 2 ലക്ഷത്തിലധികം കസ്റ്റമേഴ്സും ഡെയിലി ഇടപെടുന്ന ഒരു ബിസിനസ്സിലാണ് മുത്തൂറ്റ് ഫിനാൻസ് ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിൽ കമ്പനിയുടെ റിസൾട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ സെയിൽസിൽ 39% വർധനവും പ്രോഫിറ്റിൽ 32% വർധനവുമാണ്. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 7% വർധനവും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 8% വർധനവും ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കൺസോളിഡേറ്റഡ് AUM എന്ന് പറയുന്നത് 1,11,000 കോടിയായിരുന്നു. അതൊരു കൺസോളിഡേറ്റഡ് AUM ആണ്. അതിൽ നിന്നും ഗോൾഡ് ലോൺ നമ്മൾ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 92,000 കോടിയുടെ ഒരു ഗോൾഡ് ലോൺ ആണ്. അതാണിപ്പോൾ 1 ലക്ഷം കോടിക്ക് മുകളിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മൈൽ സ്റ്റോൺ കടന്നതുകൊണ്ടാണ്
ഈ സ്റ്റോക്കിൽ വലിയൊരു അപ്സൈഡ് മൂവും ഒരു റാലിയും ഒക്കെ ഇപ്പോൾ നമ്മൾ കാണുന്നത്. കൂടാതെ മുത്തൂറ്റ് ഫിനാൻസിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 6 മാസം നമുക്കറിയാം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് വലിയ തോതിൽ താഴോട്ടേക്ക് വന്ന നിഫ്റ്റിയൊക്കെ 11-12% താഴോട്ടേക്ക് വന്ന ഒരു ഘട്ടത്തിലാണ് ഈ സ്റ്റോക്ക് 13% ഒരു പ്രോഫിറ്റാണ്, റിട്ടേൺ ആണ് ഇൻവെസ്റ്റേഴ്സ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ചാർട്ടിൽ കൃത്യമായിട്ട് കാണാൻ കഴിയും 13.35% മുത്തൂറ്റ് ഫിനാൻസ് അപ്സൈഡ് പോയിട്ടുണ്ട്. എന്നാൽ നിഫ്റ്റി 11.44% ഡൗൺ സൈഡാണ് പോയിട്ടുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളും അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.